ഹായ് വെൽക്കം ടു അമിയാസ് കിച്ചൻ. എല്ലാവർക്കും സുഖാന്ന് കരുതുന്നു. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ് തയ്യാറാക്കിയെടുക്കാം. ചൈനാഗ്രാസോ ജെലാറ്റിനോ ഒന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന്. ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. 4 കപ്പ് എന്ന് പറയുമ്പോൾ 1 ലിറ്റർ പാലുണ്ടത്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ പാല് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് സേമിയയും ചേർത്ത് കൊടുക്കുക. സേമിയം വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ വറുക്കാത്ത സേമിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് ആദ്യം തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് അടച്ചു മൂടി കഴിഞ്ഞിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15 മിനിറ്റോളം നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ സേമിയൊക്കെ ഒന്ന് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് കുക്കാണ് വരെ നമുക്കപ്പോൾ ഇതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ സേമിയ ഒന്ന് കുക്കായിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതിന് അത് നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിത് ഈ ക്യാരറ്റൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് ഈ പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മെൽട്ടായിട്ട് വരുന്നവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ജസ്റ്റ് സേമിയവും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സേമിയം കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഞാനിപ്പോൾ ഇത് ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. സേമിയൊക്കെ നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിനൊപ്പം തന്നെ നമുക്ക് ഇതിലേക്കൊരു നുള്ള് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഉപ്പ് എന്തായാലും ചേർത്ത് കൊടുക്കാം. നല്ല കറക്റ്റായൊരു മധുരമൊക്കെ ഒന്നൊരു ബാലൻസ് ആയിട്ട് വരുള്ളൂ. പിന്നെ നമുക്ക് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയെടുത്ത ക്യാരറ്റിൻ്റെ മിക്സിയിൽ നിന്നൊരു പകുതി ഭാഗം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് മാറ്റി വെക്കാം. അത് നമുക്ക് ഗാർണിഷിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ക്യാരറ്റും കൂടി ഇതിൽ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതിന് നല്ലൊരു കളറും കിട്ടും. അപ്പോൾ നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഇട്ട പഞ്ചസാരയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റായിട്ട് വരാൻ വേണം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കുക. കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറച്ചും കൂടി ഒന്ന് കൂട്ടിയെടുത്താൽ മതി. മധുരമൊക്കെ നമ്മളെ താല്പര്യം അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇത് കുക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം ഒരു മധുരം വേണം. കാരണം നമ്മത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ മധുരം കുറവായിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം മധുരം ഉണ്ടെങ്കിലേ നമ്മൾ തണുത്ത് വരുമ്പോൾ കറക്റ്റായൊരു മധുരത്തിനെ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ സേമിയവും ക്യാരറ്റും ഒക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. മിക്സ് അത്യാവശ്യം നല്ലൊരു തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഒരു 1/4 കപ്പ് വെള്ളത്തിൽ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. വെള്ളത്തിന് പകരം നമുക്കൊരു 1/4 കപ്പ് പാലിൽ മിക്സ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ കസ്റ്റർഡ് പൗഡർ പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരും. സേമിയൊക്കെ നന്നായിട്ട് കുക്കായിട്ട് ഈ മിക്സ് ഇപ്പോൾ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ റോസ് വാട്ടറും കൂടിയും ചേർത്ത് കൊടുക്കുക. റോസ് വാട്ടറിന് പകരം നമ്മുടെ കയ്യിൽ വാനില എസൻസ് ഉണ്ടെങ്കിൽ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്താലും മതി. ചെറിയൊരു ലൈറ്റായിട്ടുള്ളൊരു ഫ്ലേവർ മതി നമുക്ക്. അപ്പോൾ അതും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ് നമുക്കിനി ഈ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഏത് പാത്രത്തിലാണ് സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിൽ ചൂടോട് കൂടി തന്നെ മാറ്റുന്നതായിരിക്കുള്ളൂ കുറച്ചും കൂടി നല്ലത്. കാരണം ഇത് തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തിക്കാവും. അപ്പോൾ നമുക്കത് സെർവ് ചെയ്യുമ്പോൾ ഒരു നല്ലൊരു പെർഫെക്ഷനിൽ കിട്ടില്ല. അപ്പോൾ നമ്മളിത് ചൂടോട് കൂടി തന്നെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിക്ക് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഈ സൈഡിലായിട്ട് ഞാൻ കുറച്ച് പിസ്ത അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിസ്തക്ക് പകരം ബദാമ, അണ്ടിപ്പരിപ്പ്, കപ്പലണ്ടി ഏതായാലും ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ക്യാരറ്റിൽ നിന്ന് കുറച്ച് ഈ ഭാഗത്തായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് റെഡി ആയിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ പറ്റുകയാണെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളെ അഭിപ്രായം അറിയിക്കുക. ചൈനാഗ്രാസോ ജെലാറ്റിനോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണിത്. ഇഷ്ടപ്പെട്ടാൽ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്